നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 100 വാർത്ത ആരംഭിക്കുന്നു. തുടർച്ചയായ 14ാം ദിവസവും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 56 പൈസയും ഡീസലിന് 58 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. കോവിഡ് ബാധയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാർ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. പ്രതിഷേധങ്ങൾ എത്ര ശക്തമായാലും എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 87 ലക്ഷം കവിഞ്ഞു. മരണം 4,61,000 കവിഞ്ഞു. രാജ്യത്ത് കോവിഡ് പരിശോധനകൾ ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ചൈനയ്ക്ക് തക്കതായ മറുപടി നൽകിയെന്നും സൈന്യം എന്തിനും സുസജ്ജമെന്നും പ്രധാനമന്ത്രി. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് സീതാറാം യെച്ചൂരി. സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അറിയിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് നേട്ടം. എൻഡിഎക്ക് 10ഉം കോൺഗ്രസിന് 4 സീറ്റുകളിലും ജയം. മണിപ്പൂരിൽ സ്പീക്കറുടെ സഹായത്തോടെ ബിജെപി ജയം. കെ.സി. വേണുഗോപാലിന് രാജസ്ഥാനിൽ ജയം. നവീകരണം പൂർത്തിയാക്കിയ പാലക്കാട് മൂലത്തറ റെഗുലേറ്റർ ഇന്ന് നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി 4 ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ ചൈനയിൽ നിന്ന് 3 ലക്ഷം പേർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങി. ചൈനയിൽ മാത്രം 36,000 പേർ കോവിഡ് രോഗബാധിതരായി. സമൂഹ വ്യാപനമാണോ എന്നറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. നിയന്ത്രണം കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ആളുകൾ കൂട്ടാക്കാത്തതും തിരിച്ചടിയായി. വീടുകളിൽ പഠന സൗകര്യമില്ലാത്ത പട്ടികജാതി കുടുംബങ്ങളിലെ 8 മുതൽ 12 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് വീടിനോട് ചേർന്ന് ഹൈടെക് പഠന സൗകര്യം ഒരുക്കും. 2 ലക്ഷം രൂപ വീതം ചെലവിൽ 8,500 പഠനമുറി കൂടി നിർമ്മിക്കാനാണ് ഉത്തരവായത്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് സഹായം ലഭിക്കുക. പാലക്കാട് ജില്ലയിൽ 10 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 14 പേർ രോഗമുക്തരായി. 3 പേർ വിദേശ രാജ്യത്തു നിന്നും 7 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ ഒരു കുടുംബത്തിലെ 3 പേർക്ക് രോഗം ബാധിച്ചു. 14 പേർ രോഗമുക്തരായി. ജില്ലയിൽ 122 പേരാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. പാലക്കാട് മലമ്പുഴ ജില്ലാ ജയിലിലെ തരിശ് ഭൂമിയിൽ കര നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. കോങ്ങാട് എം.എൽ.എ. ശ്രീ കെ.വി. വിജയദാസ് വിത്ത് വിതച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജയിലിലെ അന്തേവാസികളെ ഉപയോഗിച്ച് 1/2 ഏക്കർ സ്ഥലത്ത് ജ്യോതി മട്ട നെല്ലും 10 സെന്റ് സ്ഥലത്ത് റാഗിയുമാണ് കൃഷിയിറക്കിയത്. നിലമൊരുക്കുന്നതിനുള്ള ട്രാക്ടറുകൾക്കുൾപ്പെടെയുള്ള സൗകര്യം കേരള കർഷക സംഘം മലമ്പുഴ യൂണിറ്റാണ് ഒരുക്കിയത്. രോഗികൾക്കായി അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി. അംഗപരിമിതർക്കും അവശരായവർക്കും ആശുപത്രി കോമ്പൗണ്ടിൽ സഞ്ചരിക്കുന്നതിനായി ഇലക്ട്രോണിക് വാഹനവും കിടപ്പ് രോഗികൾക്കായി ഇലക്ട്രോണിക് സ്റ്റാൻഡപ്പ് വീൽചെയറും 7 വീൽചെയറുമാണ് ഒരുക്കിയിരിക്കുന്നത്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാളിയമ്മ ഉപകരണങ്ങൾ ആശുപത്രിക്ക് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെയാണ് അവശരായവർക്കും അംഗപരിമിതർക്കുമായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയത്. വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് വരുന്നവർ കോവിഡ്-19 പരിശോധനയ്ക്ക് വിധേയരായിരിക്കണമെന്ന നിബന്ധന നടപ്പാക്കുന്നത് സർക്കാർ ജൂൺ 24 വരെ നീട്ടി. ജൂൺ 25 മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം. കോവിഡ്-19 നെഗറ്റീവായവരെയും പോസിറ്റീവായവരെയും വെവ്വേറെ കൊണ്ടുവരണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിബന്ധന ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഈ വരുന്ന ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ഉണ്ടാകില്ല. 21-ന് സംസ്ഥാനത്ത് വിവിധ പ്രവേശന പരീക്ഷകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം. പരീക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതിനാലാണ് ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഇളവ് നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കി.
സച്ചിൻ പവലിയൻ വിവാദത്തിൽ KCAയ്ക്കും BCCI ജോയിന്റ് സെക്രട്ടറി JS ജോർജിനുമെതിരെ ആഞ്ഞടിച്ച് മുൻ BCCI വൈസ് പ്രസിഡന്റ് TC മാത്യു. പവലിയനിൽ സച്ചിന്റെ കയ്യൊപ്പുള്ള ബാറ്റും പന്തും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജയേഷും കൂട്ടനും രഹസ്യമായി കടത്തിക്കൊണ്ടുപോയെന്നാണ് TC മാത്യുവിന്റെ ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് TC മാത്യു ആവശ്യപ്പെട്ടു. ഉത്തരാവധ കേസിൽ ഭർത്താവും ഒന്നാം പ്രതിയുമായ സൂരജിന്റെ വീട്ടിൽ വനം വകുപ്പ് വീണ്ടും തെളിവെടുപ്പ് നടത്തിയേക്കും. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങളോട് സൂരജ് സഹകരിക്കുന്നുണ്ടെങ്കിലും പാമ്പിനെ ഉപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങളിലെ മൊഴികളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. വനം വകുപ്പ് ഗവേഷകന്റെ നേതൃത്വത്തിൽ ചില ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയേക്കും. ഉമിനീർ പരിശോധനയിൽ നിന്ന് കോവിഡ് രോഗം സ്ഥിരീകരിക്കാനാവുമെന്ന് കണ്ടെത്തി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ കൗൺസിലിന് നൽകിയ റിപ്പോർട്ട് പരിഗണിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിഫാം പാസ്സായ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി അരുൺ കുമാറാണ് ഹർജി നൽകിയത്. തനിക്ക് കൊറോണ വൈറസിനെ ചെറുക്കാൻ കഴിയുന്ന മരുന്നിന്റെ കോമ്പിനേഷൻ അറിയാമെന്നും കണ്ടെത്തലുകൾ ICMR ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചു നൽകിയിട്ടും പരിഗണിക്കുന്നില്ലെന്നും അരുൺകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പുതിയതായി 7 സ്ഥലങ്ങൾ ഹോട്ട്സ്പോട്ടുകളാക്കി. മുഴുവൻ ഹോട്ട്സ്പോട്ടുകളും കണ്ണൂർ ജില്ലയിലാണ്. ചപ്പാരപ്പടവ്, ഇരിക്കൂർ, കാങ്കോൽ, ആലമ്പടമ്പ്, കീഴല്ലൂർ, മാടായി, രാമന്തളി, പടിയൂർ എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് പ്രതിരോധത്തിൽ കേരളം മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി. BDJS സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് നേരിടുന്നതിൽ രാഷ്ട്രീയം മാറ്റിവെച്ചാണ് ഏവരും അണിനിരക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും തുഷാർ വ്യക്തമാക്കി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല വീഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച 2 പേർ കൊച്ചിയിൽ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി സുരേഷ്, NK ചേർത്തല സ്വദേശി കിരൺ എന്നിവരാണ് പോക്സോ ആക്ട് പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോൺ വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണിവർ. ഗ്രൂപ്പിൽ അംഗങ്ങളായ എല്ലാവരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിഷാമിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ജസ്റ്റിസുമാരായ A. ഹരിപ്രസാദും N. അനിൽകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പ്രതിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് വിലയിരുത്തിയാണ് ജാമ്യം നിരസിച്ചത്. തനിക്ക് മാനസിക പ്രശ്നങ്ങളടക്കം ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടെന്നും ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിഷാം കോടതിയെ സമീപിച്ചത്. കട്ടപ്പനയിൽ പഴം പച്ചക്കറി വ്യാപാരിക്ക് സമ്പർക്കത്തിലൂടെ COVID-19 രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. കട്ടപ്പന നഗരസഭയിലെ 8-ാം വാർഡ്, മാർക്കറ്റ്, KSRTC ജംഗ്ഷൻ, വെട്ടിക്കുഴി കവല റോഡ് എന്നിവിടങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കോട്ടയം ജില്ലയിൽ 7 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ വിദേശത്ത് നിന്നും 3 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരാൾക്ക് സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധ ഉണ്ടായത്. ജില്ലയിലാകെ 67 പേർ ചികിത്സയിലുണ്ട്. എറണാകുളം ജില്ലയിൽ 11 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 115ആയി. വീടുകളിലും ആശുപത്രികളിലുമായി 12,479 പേർ നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. അതേസമയം വിമാന സർവീസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൂടുതൽ ഡബിൾ ചേംബർ ടാക്സികൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി VS സുനിൽകുമാർ അറിയിച്ചു. കോവിഡ് രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത നിലനിർത്തേണ്ടതുണ്ടെന്ന് കാസർഗോഡ് ജില്ലാതല കോവിഡ് അവലോകന യോഗം വിലയിരുത്തി. സമ്പർക്കം മൂലമുള്ള രോഗവ്യാപനം ജില്ലയിൽ കുറവാണെങ്കിലും ജാഗ്രതയിൽ വീഴ്ച ഉണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധി ഉദ്യോഗസ്ഥതല യോഗം ചൂണ്ടിക്കാട്ടി. UDF ജനപ്രതിനിധികളും ഇത്തവണ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ 18 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു.
ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 226 ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 3 പേർക്കും വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 15 പേർക്കുമാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ആർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധയില്ല. രോഗം സ്ഥിരീകരിച്ചവരെല്ലാം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. 1383 പേർ കൂടി പുതിയതായി നിരീക്ഷണത്തിലാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ആരോഗ്യ ജാഗ്രത ലംഘിച്ചതിന് ജില്ലയിൽ 13 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വിവിധ സ്റ്റേഷനുകളിലായി 15 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു വാഹനവും പിടിച്ചെടുത്തു. ഇതോടെ ജില്ലയിൽ ആരോഗ്യ ജാഗ്രത ലംഘിച്ചതിന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 4626. ആലപ്പുഴ ജില്ലയിൽ 13 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 6 പേർ വിദേശത്തു നിന്നും 7 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. അതേസമയം ജില്ലയിൽ 4 പേർ രോഗമുക്തി നേടി. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 100. തൃശൂർ ജില്ലയിൽ വെള്ളിയാഴ്ച 12 പേർ കോവിഡ് രോഗമുക്തരായി. പുതിയതായി ഒരാൾക്കാണ് തൃശൂരിൽ കോവിഡ് ബാധിച്ചത്. ചെന്നൈയിൽ നിന്ന് ജൂൺ 3-ന് തിരിച്ചെത്തിയ ചേലക്കര സ്വദേശിക്കാണ് രോഗം. ജില്ലയിൽ കോവിഡ്-19 സ്ഥിരീകരിച്ച 120 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. തൃശൂർ സ്വദേശികളായ 10 പേർ മറ്റു ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിൽ വീടുകളിൽ 13,088 പേരും ആശുപത്രികളിൽ 173 പേരും ഉൾപ്പെടെ ആകെ 13,261 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും ഇൻപേഷ്യന്റ് ചികിത്സയ്ക്ക് 10% ഇളവ് അനുവദിക്കാൻ ലേക്ക് ഷോർ ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നൽകിയ നിവേദനം പരിഗണിച്ചാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ തീരുമാനം. ക്യാൻസർ, ന്യൂറോ, അവയവം മാറ്റിവെക്കൽ തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുമെന്ന് ആശുപത്രി സിഇഒ SK അബ്ദുള്ള അറിയിച്ചു. പ്രവാസി പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗത മറച്ചുവെക്കാനാണ് ചില കേന്ദ്രങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി. കേരള സർക്കാർ പ്രവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ മനഃപൂർവ്വം മറച്ചുവെച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് അടക്കമുള്ളവർ സംസ്ഥാനത്ത് ശ്രമമെന്നും പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ്, പ്രവാസി സംഘം ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ MLA എന്നിവർ ആരോപിച്ചു. തൃശൂരിൽ കോവിഡ് കെയർ സെന്ററിൽ നിശ്ചയിച്ച ജോലിക്ക് ഹാജരാകാതിരുന്ന സ്കൂൾ അധ്യാപകനെതിരെ കേസെടുക്കാൻ ജില്ലാ കളക്ടർ S ഷാനവാസ് പോലീസിന് നിർദ്ദേശം നൽകി. കുന്നംകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായി K ജോബ്സൺ ഇബ്രാഹിമിനെതിരെയാണ് നടപടി സ്വീകരിക്കുക. കുന്നംകുളം PSM ഡെന്റൽ കോളേജിലെ കോവിഡ് കെയർ സെന്ററിൽ ജൂൺ 16 മുതൽ 22 വരെ ജോബ്സൺ ഇബ്രാഹിമിന് പ്രത്യേക ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നു. എന്നാൽ 16-ന് രാത്രിയിലും 17-നും അനധികൃതമായി അധ്യാപകർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നതായി പരാതി ഉയർന്നു. തുടർന്നാണ് ഇയാൾക്കെതിരെ കേസെടുക്കാൻ കളക്ടർ ഉത്തരവിട്ടത്. കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷം. ഒരു വീട് തകർന്നു, നിരവധി കുടുംബങ്ങൾ വീടൊഴിഞ്ഞു. ഏറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം പഞ്ചായത്തുകളിലാണ് കടലാക്രമണം ശക്തമായത്. 100 കണക്കിന് വീടുകൾ കടൽക്ഷോഭ ഭീഷണിയിലാണ്. ഒട്ടനവധി കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഏറിയാട്, അഴീക്കോട്, ലൈറ്റ് ഹൌസ് കടപ്പുറത്തും കടൽക്ഷോഭത്തിൽ വീട് തകർന്നു. KV അബ്ദുൽ ഖാദർ MLA കോവിഡ്-19 പരിശോധനാ ഫലം നെഗറ്റീവ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനാ ഫലം വെള്ളിയാഴ്ച വൈകിട്ടാണ് പുറത്തുവന്നത്. ചാവക്കാട്ടെ ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബങ്ങൾ പരിശോധനാ ഫലവും നെഗറ്റീവായി. കോവിഡ് സമ്പർക്ക സാധ്യത കണക്കിലെടുത്ത 14 പേരുടെ സ്രവമാണ് പരിശോധിച്ചത്. വയനാട് പുത്തുമല പുനരധിവാസ പദ്ധതിയിൽ ശനിയാഴ്ച നടത്താനിരുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മാറ്റിവെച്ചതായി CK ശശീന്ദ്രൻ MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥമാണ് തറക്കടലിൽ മാറ്റിയത്. ശിലാസ്ഥാപനം അടുത്ത ആഴ്ച തന്നെ നിർവഹിക്കുമെന്ന് MLA അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ അടുത്ത 4 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാറ്റോടുകൂടിയുള്ള ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള ശക്തമായ മഴ ലഭിക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള
പ്രദേശങ്ങളിലുള്ളവർ, നദീക്കരകളിൽ താമസിക്കുന്നവർ, തീരദേശവാസികൾ തുടങ്ങിയവർ ജാഗ്രത പാലിക്കണം എന്നും അറിയിച്ചു. ചൈന ആക്രമണത്തിന് ശേഷമുള്ള രാജ്യത്തെ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ച സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ മുസ്ലിം ലീഗിന് പ്രതിഷേധം. രാജ്യസഭയിൽ ഒരാളും ലോക്സഭയിൽ 3 അംഗങ്ങളും മുസ്ലിം ലീഗിനുണ്ട്. എല്ലാ പാർട്ടികളെയും ക്ഷണിക്കേണ്ടതാണ്. ക്ഷണിക്കാത്തതിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് പരിശോധനാ ലാബിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കോവിഡ് ലാബിൽ പരിശോധിക്കേണ്ട സാമ്പിളുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിലാണിത്. നിലവിലെ PCR ലാബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും. പുതിയ ബയോസേഫ്റ്റി ക്യാബിനറ്റും ഉപകരണങ്ങളും ഉടനെത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിനായി ഡിവൈഎഫ്ഐ റീസൈക്കിൾ കേരളയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വരൂപിച്ചത് 80 ലക്ഷത്തിലധികം രൂപ. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പണം കണ്ടെത്തിയത്. ഫുട്ബോൾ താരം അനസ് എടത്തോടിക്ക് കോൺഫെഡറേഷൻ മത്സരത്തിൽ ആദ്യമായി കളിച്ചപ്പോൾ ധരിച്ച ജേഴ്സി ലേലത്തിൽ വെച്ചതിലൂടെ 1,55,555 രൂപ സമാഹരിച്ചിരുന്നു. മലപ്പുറം യൂത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് S. സതീഷ് തുക ഏറ്റുവാങ്ങി. പാവപ്പെട്ട വീട്ടിലേക്ക് TV വേണമെന്ന് KSU മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ശ്രദ്ധയിൽപ്പെട്ടതോടെ SFI ജില്ലാ സെക്രട്ടറി ടെലിവിഷൻ കൈമാറി. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ TV KSU പ്രസിഡന്റ് ഹാരിസ് ഏറ്റുവാങ്ങി. SFI ജില്ലാ സെക്രട്ടറി KS സക്കീർ ടെലിവിഷൻ കൈമാറി. കഴിഞ്ഞ 3 ആഴ്ചയോളമായി ജില്ലയിൽ ഓൺലൈൻ പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് TVയും മറ്റ് സഹായങ്ങളുമായി SFI സജീവമാണ്. 50 രൂപ ചലഞ്ചിലൂടെ SFI പാറശാല ഏരിയ കമ്മിറ്റി സമാഹരിച്ച തുകയിൽ നിന്നും രണ്ടാമത്തെ TV കൈമാറി. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ആദർശ് M. സജി പെരുവള ഇവാൻ സ്കൂളിലെ 2-5 ക്ലാസ് വിദ്യാർത്ഥികളുടെ മാതാവിനാണ് TV കൈമാറിയത്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആനന്ദ്, ഏരിയ സെക്രട്ടറി അരുൺ, പ്രസിഡന്റ് അബു താഹിർ എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭയിലെ നവീകരിച്ച കുറവങ്ങാട് സെൻട്രൽ UP സ്കൂൾ കനാൽ റോഡ് K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് K. സത്യൻ അധ്യക്ഷത വഹിച്ചു. MLA ആസ്തി വികസന നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് സഹായമായി കോഴിക്കോട്ടെ KSTA പ്രവർത്തകർ. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് KSTA TV നൽകിയത്. പഠന ആവശ്യത്തിലേക്ക് സമാഹരിച്ച TV സെറ്റുകൾ KSTA ജില്ലാ സെക്രട്ടറി രാജീവൻ മാസ്റ്റർ പ്രധാന അധ്യാപിക വിജിതയ്ക്ക് കൈമാറി. പ്രധാന പാതകളിൽ 10 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകൾ ഒരുക്കാൻ കണ്ണൂർ ജില്ലയിൽ പദ്ധതി തയ്യാറാകുന്നു. കരിവള്ളൂർ മുതൽ മാഹി പാലം വരെയും തളിപ്പറമ്പ് മുതൽ കൊട്ടിയൂർ വരെയും തലശ്ശേരി മുതൽ വളവുപാറ വരെയുള്ള റോഡുകളിലും മലയോര ഹൈവേയിലും 10 കിലോമീറ്റർ ഇടവിട്ട് കംഫർട്ട് സ്റ്റേഷനുകൾ ഒരുക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയ ശേഷം വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. രോഗികൾക്കായി അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളൊരുക്കി. അംഗപരിമിതർക്കും അവശരായവർക്കും ആശുപത്രി കോമ്പൗണ്ടിൽ സഞ്ചരിക്കുന്നതിനായി ഇലക്ട്രോണിക് വാഹനവും കിടപ്പ് രോഗികൾക്കായി ഇലക്ട്രോണിക് സ്റ്റാൻഡപ്പ് വീൽചെയറും 7 വീൽചെയറുമാണ് ഒരുക്കിയിരിക്കുന്നത്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാളിയമ്മ ഉപകരണങ്ങൾ ആശുപത്രിക്ക് കൈമാറി. കോവിഡ് പ്രതിരോധത്തിന് പുതിയ മാതൃക നിർമ്മിച്ചു നൽകി 2 യുവാക്കൾ. തിരുവനന്തപുരം സ്വദേശികളായ അമൻ അജേഷ് എന്ന യുവാക്കളാണ് അത്യാധുനിക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ടച്ച് ഫ്രീ ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസറാണ് യുവാക്കൾ നിർമ്മിച്ചത്. ഉപകരണം ഉടൻ വിപണിയിലെത്തിക്കും. തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കാലടി ജംഗ്ഷൻ, ആറ്റുകാൽ, മണർകാട് ജംഗ്ഷൻ, ഐരണിമുട്ടം എന്നിവിടങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ നവജോത് ഉത്തരവിട്ടു. ഈ പ്രദേശങ്ങളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും.
പ്രവാസികളുടെ മടക്കത്തിന് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നിബന്ധന നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാർ ജൂൺ 24 വരെ നീട്ടി. 25 മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പരിശോധനയ്ക്ക് വിധേയരായിരിക്കണം. കോവിഡ് നെഗറ്റീവായവരെയും പോസിറ്റീവായവരെയും വെവ്വേറെ കൊണ്ടുവരണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിബന്ധനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്ക്ഡൌൺ വിശേഷങ്ങളെ ഉൾപ്പെടുത്തി ഗാന ചിത്രീകരണവുമായി ഒരു അംഗൻവാടി. കോഴിക്കോട് കൊയിലാണ്ടി ചേലിയ മധുരോളി അങ്കണവാടിയിലെ കുഞ്ഞു കുരുന്നുകളാണ് COVID-19 ബോധവൽക്കരണവുമായി പാട്ട് തയ്യാറായിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വീടുകളിൽ വെച്ച് വീട്ടുകാർ തന്നെ ചിത്രീകരിച്ച ഭാഗങ്ങളാണ് പാട്ടിൽ ഉൾപ്പെടുത്തിയത്. കോഴിക്കോട് ബാലുശ്ശേരിയിലെ EK നായനാർ ബസ് ടെർമിനൽ ജൂൺ 22-ന് നാടിന് സമർപ്പിക്കും. വൈകിട്ട് 4:30-ന് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പുരുഷൻ കടലുണ്ടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3.54 കോടി രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 19 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് സാരമായി പരിക്കേറ്റു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിലെ ഗംഗാധരന്റെ മകൾ വസന്തയ്ക്കാണ് പരിക്കേറ്റത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി കുടുംബാംഗങ്ങൾക്കൊപ്പം പോയ യുവതിയെ ഉള്ളിപ്പാറ വനത്തിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചതിനെ തുടർന്നാണ് പരിക്ക്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മ അശ്വതി അറസ്റ്റിൽ. കുട്ടിയെ അമ്മ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് കാരണം അമ്മയുടെ പീഡനമാണെന്ന് അച്ഛനും ചില നാട്ടുകാരും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആലപ്പുഴ ഹരിപ്പാടിനടുത്ത് കാർത്തികപ്പള്ളിയിൽ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്തത്. തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KP അൻപഴകന് COVID-19 സ്ഥിരീകരിച്ചു. ഇദ്ദേഹത്തെ മണപ്പാക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട്. ബുധനാഴ്ചയാണ് മന്ത്രി ആശുപത്രിയിലെത്തി പരിശോധനയ്ക്ക് വിധേയനായത്. കോവിഡ് സ്ഥിരീകരിച്ച മന്ത്രി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. നോർത്ത് ചെന്നൈയിലെ കോവിഡ് കേസുകൾ വിലയിരുത്തുന്ന കൺട്രോൾ ടീമിൽ അൻപഴകനും അംഗമായിരുന്നു. ഇവിടെ ബുധനാഴ്ച നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുത്തിരുന്നു. നാവികസേനയിൽ വനിതകൾക്ക് തുല്യത ഉറപ്പാക്കി സ്ഥിരം കമ്മീഷൻ ഏർപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ കേന്ദ്ര സർക്കാർ. 3 മാസത്തിനകം വിധി നടപ്പാക്കണമെന്നാണ് കഴിഞ്ഞ മാർച്ച് 17-ന് കോടതി വിധിച്ചത്. ഈ നിർദ്ദേശം അവഗണിച്ച് കേന്ദ്ര സർക്കാർ വിധി നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. അതിർത്തിയിൽ സ്വൈര്യവും സമാധാനവും നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യ. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ചൈന സ്വന്തം അതിർത്തിക്കുള്ളിൽ ഒതുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചൈന ഏകപക്ഷീയമായി തൽസ്ഥിതി മാറ്റാൻ ശ്രമിച്ചതാണ് ഏറ്റുമുട്ടലിന് കാരണമായത്. സൈനിക കമാൻഡർമാർ ചർച്ച തുടരുന്നു. ഈ മാസം 23-ന് നടക്കേണ്ട ഇന്ത്യ റഷ്യ ചൈന ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് സക്സേന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവീകരണ ജോലികളിൽ ചൈനീസ് ടെലികോം ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് BSNL-നും MTNL-നും നിർദ്ദേശം. സ്വകാര്യ ടെലികോം കമ്പനികളും ചൈനീസ് ഉപകരണങ്ങൾ വെട്ടിക്കുറയ്ക്കണം. സുരക്ഷാ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച ടെലികോം വിഭാഗത്തിന്റെ യോഗം ഈ തീരുമാനമെടുത്തത്. BSNL, MTNL പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തില്ല. ഔദ്യോഗിക നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്വകാര്യ മൊബൈൽ സേവനദാതാക്കൾ അറിയിച്ചു. സ്വകാര്യ കമ്പനികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ആണ് BSNL 4G നവീകരണ പ്രവർത്തനങ്ങൾ തുടക്കമിട്ടത്. സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ഭീമാർമി പാർട്ടി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ. സംഭവത്തിൽ ചന്ദ്രശേഖർ ആസാദിനെ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഉത്തർപ്രദേശ് പോലീസ് മേധാവിക്ക് കത്തയച്ചു. UN രക്ഷാസമിതി താൽക്കാലികമായി ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത് വൻ ഭൂരിപക്ഷത്തിൽ. 192 അംഗരാജ്യങ്ങളിൽ 184 ഇന്ത്യക്ക് വോട്ട് ചെയ്തു. ഏഷ്യ പസഫിക് രാജ്യങ്ങൾക്കുള്ള കോട്ടയിലാണ് 2 വർഷം കാലാവധിയുള്ള അംഗത്വം. ഈ വിഭാഗത്തിൽ ഇന്ത്യ മാത്രമേ മത്സരരംഗത്തുണ്ടായിരുന്നുള്ളൂ.
കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് 50ാം പിറന്നാൾ. കോവിഡ് ദുരിതത്തിന്റെയും അതിർത്തിയിലെ സേനാംഗങ്ങളുടെയും വീരമൃത്യുവിന്റെയും വേദനകൾക്കിടയിൽ ആഘോഷം വേണ്ടെന്നാണ് തീരുമാനം. അമ്മ സോണിയാഗാന്ധിക്കും സഹോദരി പ്രിയങ്കയ്ക്കുമൊപ്പം കേക്ക് മുറിക്കുന്നതിൽ ആഘോഷം. കശ്മീരിൽ 24 മണിക്കൂറിനിടെ 8 ഭീകരരെ വധിച്ച് സുരക്ഷാ സേനകൾ. ഷോപ്പിയാൻ സെക്ടറിൽ 4 ഭീകരരെയും അവന്തിപ്പെരിയാർ 3 ഭീകരരെയുമാണ് മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിലൂടെ സൈന്യം വധിച്ചത്. ഇന്നലെ ഉച്ചയോടെ ഷോപ്പിയാനിലെ മുനൻ മേഖലയിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസും കരസേനയും തെരച്ചിൽ നടത്തുകയായിരുന്നു. സുരക്ഷാ സേനയ്ക്കെതിരെ ഭീകരർ വെടിവെച്ചതോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ബുധനാഴ്ച രാത്രി അവന്തിപുരയിലെ മീഷ് പാൻപോറിലുണ്ടായ ഏറ്റുമുട്ടലിലും സേന ഒരു ഭീകരനെ വധിച്ചിരുന്നു. ഇന്ത്യ ചൈന സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കസ്റ്റംസ് തീരുവ കൂട്ടാൻ നീക്കവുമായി മോദി സർക്കാർ. വാണിജ്യ വ്യവസായ വകുപ്പുകൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. തീരുമാനം അംഗീകരിച്ചാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിരവധി സാധനങ്ങൾക്ക് കസ്റ്റംസ് തീരുവ ഉയരും. മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടി വക്താവുമായ സഞ്ജയ് ജയെ പാർട്ടി സ്ഥാനത്ത് നിന്നും നീക്കി. അധ്യക്ഷ സോണിയാഗാന്ധിയാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തത്. രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രത്തോടൊപ്പം നിൽക്കണമെന്ന ഇന്ത്യ ചൈന സംഘർഷ വിഷയത്തിൽ ട്വീറ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി നടപടി ഉണ്ടായത്. തുടർന്ന് അഭിഷേക് ദത്തിനെയും സാധന ഭാരതിയെയും പുതിയ ദേശീയ മാധ്യമ പാനലിസ്റ്റുകളായി കോൺഗ്രസ് അധ്യക്ഷ നിയമിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ വിദേശ രാജ്യങ്ങളിൽ പ്രയാസപ്പെടുന്നവർ പ്രവാസി മലയാളികളെ സൗജന്യമായി നാട്ടിലെത്തിക്കാൻ കൈരളി TV ഒരുക്കിയ കൈകോർത്ത് പദ്ധതിയുടെ ഭാഗമായി ആദ്യ ചാർട്ടേഡ് വിമാനം ഇന്ന് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. കോവിഡ് പ്രതിസന്ധിയിൽ പ്രയാസപ്പെടുന്നവരെ പൂർണ്ണമായും സൗജന്യമായി കൊണ്ടുവരുന്ന ആദ്യത്തെ ചാർട്ടേഡ് വിമാനമാണ് കൈരളിയുടേത്. ദുബായിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലും പ്രായമായവർക്കും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. എന്നാൽ മാസ്ക് ധരിക്കുകയും 2 മീറ്റർ അകലം പാലിക്കുകയും വേണം. ദുബായിലെ പൊതു ലൈബ്രറികൾ, സ്വകാര്യ മ്യൂസിയങ്ങൾ, ആർട്ട് ഗാലറികൾ എന്നിവിടങ്ങളിൽ എല്ലാ പ്രായക്കാർക്കും പ്രവേശിക്കാം. ജലകായിക വിനോദങ്ങൾക്കും കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും UAE-യിലേക്ക് വരുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി. ജൂൺ 23 മുതൽ പുതിയ നിബന്ധന പ്രാബല്യത്തിൽ വരും. UAE-യിലേക്ക് വരുന്ന എല്ലാ സ്വദേശികളും വിദേശികളും ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പ് ആൻഡ് ഐഡന്റിറ്റിയുടെ വെബ്സൈറ്റ് വഴി യാത്രാനുമതിക്കായി അപേക്ഷിക്കുകയും യാത്രയ്ക്ക് മുൻപായി തവ്ജൂദി സേവനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. യാത്രയ്ക്ക് മുൻപായി COVID-19 പരിശോധനയ്ക്ക് വിധേയരാവുകയും എല്ലാ യാത്രക്കാരും പരിശോധനാ ഫലം കൈവശം സൂക്ഷിക്കുകയും വേണമെന്നും നിബന്ധനകളിൽ പറയുന്നു. സൗദിയിൽ കലാ സാംസ്കാരിക മേഖലയിലെ 80-ലേറെ ജോലികൾക്ക് ആദ്യമായി രാജ്യത്ത് ഔദ്യോഗിക തൊഴിൽ പദവി നൽകുമെന്ന് സൗദി സാംസ്കാരിക മന്ത്രി പ്രിൻസ് ബദർ ബിൻ അബ്ദുള്ള ബിൻ ഫർഹാൻ. ഇസ്ലാമിക വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനകളുടെ വെർച്വൽ മീറ്റിംഗിലായിരുന്നു ഈ പ്രഖ്യാപനം. രാജ്യത്തിൽ ആദ്യമായാണ് ഇത്തരം ജോലിക്കാർ ഏകീകൃത സൗദി തൊഴിൽ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക മന്ത്രാലയത്തിന്റെയും മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇവ ഉൾപ്പെടുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. UAE-യിലെ തിരുവനന്തപുരം നിവാസികളുടെ കൂട്ടായ്മയായ അനന്തപുരി പ്രവാസി കൂട്ടായ്മ പ്രഖ്യാപിച്ച 25 ടിക്കറ്റുകളിൽ ആദ്യ 2 ടിക്കറ്റുകൾ കോട്ടയം സ്വദേശിനികളായ അനിത ചാക്കോയ്ക്കും ലിസി പത്രോസിനും നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. ജോലി തേടി വിസിറ്റ് വിസയിൽ അബുദാബിയിലെത്തിയ ഇവർ കോവിഡ് പ്രതിസന്ധിയിൽ ജോലി കിട്ടാതെ വരികയും താമസവും ഭക്ഷണവുമില്ലാതെ പ്രയാസപ്പെടുകയുമായിരുന്നു. UAE തിരുവനന്തപുരം അനന്തപുരി പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് KS ചന്ദ്രബാബു, വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജി K ചെറിയാൻ, ജനറൽ സെക്രട്ടറി കാൻ പാറയിൽ, ട്രഷറർ ബിജോയ് ദാസ്, ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ, വനിതാ കൺവീനർ സർഗ റോയി, മീഡിയ കൺവീനർ M റിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവാസികൾക്ക് സൗജന്യമായി ടിക്കറ്റുകൾ നൽകുന്നത്. കോവിഡ് അപകട സാധ്യത കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് യാത്രാനുമതി നൽകില്ലെന്ന് UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് അറിയിച്ചത്. ജൂൺ 23 മുതൽ സ്വദേശികൾക്കും വിദേശികൾക്കും
യാത്രാ അനുമതി നൽകാൻ ഒരുങ്ങുന്ന UAE. പുറത്തുള്ള രാജ്യങ്ങളെ പ്രത്യേക വിഭാഗങ്ങളായി തിരിക്കും. കോവിഡിന്റെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക് എന്നിങ്ങനെയായിരിക്കും ലോകരാജ്യങ്ങളെ 3ആയി തിരിക്കുക. UAE കോവിഡ് മാറിയ കുട്ടികളിൽ അപൂർവ രോഗാവസ്ഥ കാണപ്പെടുന്നതായി മുന്നറിയിപ്പ്. മൾട്ടി സിസ്റ്റം ഇൻഫോർമേറ്ററി സിൻഡ്രോം എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയുമായി 5 കുട്ടികൾ ചികിത്സ തേടി. മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കടുത്ത പനി, കണ്ണ് ചുമന്ന് വയറിളക്കം, ചൊറിച്ചിൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. കോവിഡ് പ്രതിരോധത്തിനായി ഖത്തർ നിർമ്മിച്ച ഇഖ്തിയാസ് ആപ്പ് മലയാളികൾക്ക് നാടണയാനും തുണയാകുമ്പോഴും ഏറെ അഭിമാനം കൊള്ളുന്ന ഒരു മലയാളി പ്രവാസി ദോഹയിലുണ്ട്. കൊല്ലം സ്വദേശിയായ IT എഞ്ചിനീയർ ആൽബി ജോയ് നേതൃത്വം നൽകുന്ന സംഘമാണ് ഖത്തറിന് വേണ്ടി ഈ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. ഖത്തറിൽ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഒരു ആപ്പിന്റെ സഹായം വേണം. ഇപ്പോൾ മലയാളികൾക്ക് വിമാനം കയറാനും ആപ്പ് വേണം. അതിനാൽ തന്നെ കൊല്ലം കൈതക്കുഴി സ്വദേശി ആൽബി ജോയ്ക്ക് ഇരട്ടി മധുരത്തിന്റെ നിമിഷങ്ങളാണ്. എമിറേറ്റിലെ ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി അബുദാബി പോലീസ് സ്മാർട്ട് പെട്രോൾ കാറുകൾ പുറത്തിറക്കി. വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, ഫോണിൽ സംസാരിക്കുക, അമിതവേഗം, കാലഹരണപ്പെട്ട നമ്പർ പ്ലേറ്റ് തുടങ്ങിയ നിയമലംഘനം നിരീക്ഷിച്ച് ഉടൻ നടപടി സ്വീകരിക്കാൻ ഇവയ്ക്കാകും. നിയമലംഘനങ്ങൾ കണ്ടെത്തി വിശദാംശങ്ങൾ SMS ആയി ഡ്രൈവർമാരെ അറിയിക്കാനും സ്മാർട്ട് പെട്രോളിംഗ് കാറുകൾക്ക് സാധിക്കുമെന്ന് അബുദാബി പോലീസ് പറഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒമാനിലെ ബീച്ചുകളിൽ സന്ദർശകർക്കുള്ള നിയന്ത്രണം തുടരും. കഴിഞ്ഞ ദിവസം ഖുറം ബീച്ചിലെത്തിയവരോട് മടങ്ങിപ്പോകാൻ റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശിച്ചു. നടക്കാനെത്തിയവരെയും നീന്താനിറങ്ങിയവരെയും തിരികെ അയച്ചു. അതേസമയം ഒറ്റയ്ക്ക് നടക്കാനെത്തുന്നവർക്ക് വിലക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. കൂട്ടം ചേരാൻ അനുവദിക്കില്ല. എവിടെയായാലും കുടുംബാംഗങ്ങൾ അല്ലാത്ത 5 അതിലേറെയോ പേർ കൂട്ടം ചേരുന്നത് നിയമലംഘനമാണ്. ഓരോരുത്തർക്കും 100 റിയാൽ പിഴ ചുമത്തും. മാസ്ക് ധരിക്കാതിരുന്നാൽ 20 റിയാൽ. ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫായി. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മാർഗറ്റ് ഹാളിൽ നിന്ന് ഫിലോസഫി, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിലാണ് മലാല ബിരുദം പൂർത്തിയാക്കിയത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഉള്ള ആഘോഷ ചിത്രങ്ങൾ പങ്കുവച്ചാണ് മലാല യൂസഫായി ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ചൈനയിൽ കോവിഡിന്റെ 2ാം വരവ് തുടങ്ങിയതോടെ ചൈനയിലെ ബീജിംഗ് വിമാനത്താവളം വീണ്ടും അടച്ചുപൂട്ടി. ബീജിംഗിനകത്തും പുറത്തുമുള്ള 60% വാണിജ്യ വിമാനങ്ങൾ റദ്ദാക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയിലെ 2 പ്രധാന വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള 1255 വിമാനങ്ങൾ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് റദ്ദാക്കിയിരുന്നുവെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാൻ സേനയുടെ ആക്രമണത്തിൽ 17 താലിബാൻ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. സരസായി ജില്ലയിലെ പകിഡ്ക പ്രവേശിയാണ് ഏറ്റുമുട്ടൽ നടന്നതെന്ന് അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഓസ്ട്രേലിയയ്ക്ക് നേരെ വമ്പൻ സൈബർ ഹാക്കിംഗ് നടന്നതായി അറിയിച്ച് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. ഹാക്കിംഗ് പരക്കെ ബാധിച്ചിട്ടുണ്ടെന്നും സർക്കാരിന്റെ എല്ലാ തലത്തിലുള്ള സേവനങ്ങളെയും ബിസിനസ്സുകളെയും ബാധിച്ചിട്ടുണ്ടെന്നുമാണ് വിവരം. മറ്റൊരു രാജ്യത്തു നിന്നുള്ള സൈബർ ഹാക്കിംഗ് ആണിതെന്നാണ് മോറിസൺ വ്യക്തമാക്കിയത്. അതേസമയം ഒരു പ്രത്യേക രാജ്യത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെന്നും ടാർഗറ്റിന്റെ വ്യാപ്തിയും സ്വഭാവവും വെച്ച് ഇതൊരു സ്റ്റേറ്റ് അധിഷ്ഠിത സൈബർ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്കറിയാം. വെള്ളിയാഴ്ച രാവിലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോറിസൺ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ US സൈനികരുടെ എണ്ണം 12,000-ൽ നിന്ന് 8,600-ആയി കുറച്ചെന്ന് US സെൻട്രൽ കമാൻഡർ മേധാവി ജനറൽ കെന്നത്ത് മക്കൻസി അറിയിച്ചു. താലിബാനുമായി ഫെബ്രുവരിയിൽ ഒപ്പിട്ട കരാർ അനുസരിച്ചാണ് അടുത്ത മെയ് മാസത്തോടെ മുഴുവൻ സൈനികരെയും പിൻവലിക്കാനാണ് പദ്ധതി. എന്നാൽ താലിബാൻ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത്. കോവിഡിന് കാരണമായ കൊറോണ വൈറസ് ഡിസംബറിൽ തന്നെ ഇറ്റലിയിൽ എത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. മിലാൻ, ടൂറിൽ നഗരങ്ങളിൽ നിന്ന് എല്ലാ മാസവും ശേഖരിക്കുന്ന അഴുക്കുവെള്ള സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. 2019 ഡിസംബറിലെ സാമ്പിളുകളിൽ 18 എണ്ണത്തിൽ വൈറസ് ഉണ്ടായിരുന്നു. അതിനു മുൻപത്തെ മാസത്തിൽ ഇല്ലായിരുന്നു. ഇറ്റലിയിലെ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഫെബ്രുവരി മധ്യത്തിലാണ്. ലോകത്ത് ആദ്യമായി രോഗം കണ്ടെത്തിയ ചൈനയിലെ വുഹാനിൽ ഡിസംബറിൽ അവസാനവും. വിഖ്യാത ബ്രിട്ടീഷ് നടൻ ഇയാം ഹോംസ് നിര്യാതനായി. പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു.
ചാരിറ്റീസ് ഓഫ് ഫയർ, ദ ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങൾ ഏറെ പ്രശസ്തങ്ങളാണ്. നാടകത്തിലും സിനിമയിലും തിളങ്ങിയ ഹോംസിന് നിരവധി ബഹുമതികൾ നൽകിയിട്ടുണ്ട്. 1988 റോയൽ ഷേക്സ്പിയർ കമ്പനിയുടെ കിങ് ലിയർ നാടകത്തിലെ അഭിനയത്തിന് ലോറൻസ് ഒളിവിയർ അവാർഡ് ലഭിച്ചു. മുൻ കസാഖിസ്ഥാൻ പ്രസിഡന്റ് നൂർ സുൽത്താൻ കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നാസിർബയോവ് ഐസൊലേഷനിലാണെന്നും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്നും അദ്ദേഹത്തിന്റെ വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കാനഡ US അതിർത്തിയിലെ യാത്രാ നിയന്ത്രണം ജൂലൈ 21 വരെ തുടരും. ഈ സമയത്ത് അത്യാവശ്യ യാത്രകൾ മാത്രമേ അനുവദിക്കൂ. കൊറോണ വ്യാപനം തടയുന്നതിനായി മാർച്ച് 18-നാണ് ആദ്യം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പിന്നീട് ഇത് മെയ്യിലേക്ക് നീട്ടി. ജൂലൈ 21 വരെ നിയന്ത്രണം ദീർഘിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ടെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. ബ്രസീലിയൻ ആമസോൺ ഗോത്രത്തലവൻ പൗളിൻ ഹോ പൈക്കാൽ കോവിഡ് ബാധിച്ച് മരിച്ചു. ആമസോൺ വനാന്തരങ്ങളിലെ കയാപ്പു ഗോത്രത്തിന്റെ തലവനാണ് 65-കാരനായ പൗളിൻ ഹോ. ബ്രസീലിലെ വടക്കൻ പരാ സംസ്ഥാനത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഗോത്രവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖല ബ്രസീലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയുടെ മുൻ മലയാളി പേസർ ശ്രീശാന്തിനെ പുകഴ്ത്തി കേരളത്തിന്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ സച്ചിൻ ബേബി. ഇത്രയും വർഷങ്ങൾ മത്സരരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നുവെങ്കിലും ശ്രീശാന്തിന്റെ ബൌളിംഗിന് ഒട്ടും മൂർച്ച കുറഞ്ഞിട്ടില്ലെന്ന് സച്ചിൻ ബേബി വ്യക്തമാക്കി. ടീം ഇന്ത്യക്ക് സ്പ്ലിറ്റ് ക്യാപ്റ്റൻസി ആവശ്യമില്ലെന്ന് മുൻ താരവും പ്രശസ്ത കമാൻഡറുമായ സഞ്ജയ് അറിയിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവരെല്ലാം സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഇതിന്റെ ആവശ്യമില്ലെന്നും കോഹ്ലി തന്നെ 3 ഫോർമാറ്റിലും ക്യാപ്റ്റനായി തുടരട്ടെയെന്നും ഇയാൾ അഭിപ്രായപ്പെട്ടു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലാലിഗയും പുനരാരംഭിച്ചതിന് പിന്നാലെ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ചാമ്പ്യൻസ് ലീഗും പുനരാരംഭിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യവാരം തന്നെ ടൂർണമെന്റ് ആരംഭിക്കും. ഡിസംബറിലാണ് ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ വേദിയാകും. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഒത്തുകളി നടന്നുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയുടെ കായിക മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. ആതിഥേയരായ ഇന്ത്യയുമായുള്ള ഫൈനലിൽ ശ്രീലങ്ക ഒത്തുകളിച്ച് പരാജയപ്പെട്ടതാണെന്ന് ആരോപണം പലതവണ ഉയർന്ന സാഹചര്യത്തിലാണ് ശ്രീലങ്കൻ സർക്കാരിന്റെ നീക്കം. കൊറോണ ഭീഷണിയിൽ തളരാതെ അടച്ചിട്ട മുറിയിലും പരിശീലനം തുടരുകയാണ് ഗോകുലം കേരള ഫുട്ബോൾ ക്ലബിലെ താരങ്ങൾ. ലക്ഷ്യം അടുത്ത സീസണിലെ മികച്ച പ്രകടനം. ഐ ലീഗിൽ ആദ്യ 3 സ്ഥാനങ്ങളിലൊന്നായിരിക്കും ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനിടെയാണ് ഗോകുലത്തിന്റെ പ്രതീക്ഷകൾക്ക് കൊറോണ തിരിച്ചടിയായത്. കൊറോണ വൈറസിന്റെ നിലവിലെ സ്ഥിതി വിലയിരുത്താനായി US ബഹിരാകാശ ഏജൻസി, നാസ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്നിവയുമായി സഹകരിക്കും. കൊറോണ വൈറസ് മഹാമാരിയോടുള്ള ആഗോള പ്രതികരണവും പരിസ്ഥിതി, സാമൂഹിക, സാമ്പത്തിക പ്രവർത്തനവും കാണിക്കുന്ന സാറ്റലൈറ്റ് ഡേറ്റയുടെ ഡാഷ്ബോർഡ് ജൂൺ 25-ന് പുറത്തിറക്കുമെന്ന് നാസ വ്യാഴാഴ്ച അറിയിച്ചു. വായുവിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരം, കാലാവസ്ഥ, സാമ്പത്തിക പ്രവർത്തനം, കൃഷി എന്നിവയിലെ പ്രധാന സൂചകങ്ങൾ ഡാഷ്ബോർഡ് ട്രാക്ക് ചെയ്യുന്നു. പദ്ധതി പ്രകാരം നഗരത്തിലെ വായുവിന്റെ ഗുണനിലവാരത്തിലെ അസമമായ മാറ്റങ്ങൾക്ക് പിന്നാലെ കാരണങ്ങൾ അന്വേഷിച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ഇന്റർനെറ്റിലൂടെയുള്ള ഭീഷണികൾക്കും പീഡനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ, ഫോട്ടോകൾ, വീഡിയോ കോൾ, ഇമെയിലുകൾ, മെസ്സേജുകൾ തുടങ്ങിയവയ്ക്ക് ഇന്റർനെറ്റിലൂടെ അയച്ചാൽ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചാൽ അത് ശിക്ഷാർഹമായിരിക്കും. IT ആക്ട് 2000-ന്റെ പരിധിയിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്തരം വേദനാജനകമായ പോസ്റ്റുകൾ ഒരാൾക്കെതിരെ നടന്നാൽ ഇരയ്ക്ക് സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 112-ൽ വിളിച്ചിട്ട് നേരിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാം.
കമ്പനിയുടെ നയങ്ങൾ ലംഘിച്ചതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ പ്രചാരണം പങ്കിട്ട് നിരവധി പോസ്റ്റുകൾ ഫേസ്ബുക്ക് നീക്കം ചെയ്തു. രാഷ്ട്രീയ തടവുകാരെ തിരിച്ചറിയുന്നതിന് നിരോധിത വിദ്വേഷ ഗ്രൂപ്പിന്റെ ചിഹ്നം ഉപയോഗിച്ചതിനാണ് ട്രംപിന്റെ പ്രചാരണ പരസ്യങ്ങൾ നീക്കം ചെയ്തതെന്ന് കമ്പനി അറിയിച്ചു. പരസ്യങ്ങളിൽ തലതിരിഞ്ഞ ചുവന്ന ത്രികോണം ഉണ്ടായിരുന്നു. അത് അവരുടെ രാഷ്ട്രീയ തടവുകാരെ തിരിച്ചറിയാൻ നാസികൾ ഉപയോഗിച്ചിരുന്നതാണ്. ATMിൽ നിന്ന് 5000 രൂപയ്ക്ക് മുകളിൽ പണം പിൻവലിച്ചാൽ ഫീസ് ഈടാക്കാൻ നിർദ്ദേശം. ATM വഴി കൂടുതൽ പണം പിൻവലിക്കുന്നത് നിരുത്സാഹപ്പെടുത്താനാണിത്. റിസർവ് ബാങ്ക് നിയമിച്ച പ്രത്യേക സമിതിയുടേതാണ് നിർദ്ദേശം. COVID-19 ലോക്ക്ഡൌണിൽ നിന്ന് ഇളവുകൾ വന്നിട്ടും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാകാതെ സംസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് രംഗം. തൊഴിലാളി ക്ഷാമവും സിമന്റ്, കമ്പി, മെറ്റൽ, ടൈൽസ് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കൾ കിട്ടാനില്ലാത്തതുമാണ് മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം. ഗിൽ മാപ്പിനെ നേരിടാൻ മാപ്പിലിറങ്ങിയെന്ന സ്റ്റാർട്ടപ്പിനെ സ്വന്തമാക്കി ഫേസ്ബുക്ക്. ഗൂഗിൾ മാപ്പിന് സമാനമായി വിശദവും കൃത്യവുമായുള്ള മാപ്പ് തയ്യാറാക്കുന്ന സ്ട്രീറ്റ് ലെവൽ ഇമോജി പ്ലാറ്റ്ഫോമാണ് മാപ്പിലറി. മെഷീൻ ലേണിംഗ്, ഉപഗ്രഹ ചിത്രങ്ങൾ, മാപ്പിംഗ് സേവനങ്ങളുമായുള്ള സഹകരണം എന്നിവയിലൂടെ മാപ്പുകൾ മെച്ചപ്പെടുത്താനുള്ള ടൂളുകളും സാങ്കേതിക വിദ്യയും വികസിപ്പിക്കുകയാണ് ഫേസ്ബുക്ക്. നോക്കിയ പുതിയ ഫോണുകൾ ഇന്ന് ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുന്നു. ഒരു കാലത്ത് നോക്കിയ തന്നെയായിരുന്നു ഇന്ത്യൻ വിപണിയിലും മികച്ച വാണിജ്യം കൈവരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ പഴയ പ്രതാപം തിരികെ എടുക്കുന്നതിന് ഇതാ പഴയ രീതിയിൽ തന്നെ ഫോണുകൾ പുറത്തിറക്കുന്നു. നോക്കിയ 5310 എന്ന മോഡലുകളാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ വാർത്ത. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ വോക്സ്വാഗൺ ഇന്ത്യയിൽ എത്തിക്കുന്ന SUV മോഡലായ ടിഗ്വാൻ ഓൾ സ്പേസ് ഡീലർഷിപ്പുകളിൽ എത്തി തുടങ്ങിയെന്ന റിപ്പോർട്ട്. മാർച്ചിലാണ് ടിഗ്വാന്റെ 7 സീറ്റർ പതിപ്പായ ഓൾ സ്പേസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുതിയ സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ മൈക്രോമാക്സ്. അടുത്ത മാസം 3 പുതിയ സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കുമെന്നും ഇക്കാര്യം ട്വീറ്റുകളിലൂടെ കമ്പനി സ്ഥിരീകരിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മഹേഷ് ബാബു ചിത്രം സർക്കാരുവാരി പാട്ടയിൽ നായികയായി കീർത്തി സുരേഷും. ഗീതാ ഗോവിന്ദം എന്ന സിനിമയുടെ സംവിധായകൻ പരശുറാം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സർക്കാരുവാരി പാട്ട എന്ന ചിത്രത്തിലാണ് മഹേഷ് ബാബു അടുത്തതായി അഭിനയിക്കുന്നത്. മലയാളിയുടെ മെഗാസ്റ്റാറായി അറിയപ്പെടുന്ന മമ്മൂട്ടിയെക്കുറിച്ച് ഹൃദയം തൊടുന്ന ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ വൈറലായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ PRO ആയി റോബർട്ട് കുര്യാക്കോസ് ആണ്. ആരാധകർക്കിടയിൽ പൊതുവെ ഗൗരവക്കാരനായി അറിയപ്പെടുന്ന മമ്മൂട്ടിയുടെ സ്നേഹവും കരുതലും എത്രമാത്രമെന്ന് കുറിക്കുന്ന ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിനായി കേക്കും പോക്കറ്റ് മണിയും എത്തിച്ച മമ്മൂട്ടിയെക്കുറിച്ചാണ് റോബർട്ടിന്റെ കുറിപ്പ്. വിഷ്ണു വിശാൽ നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് FIR. ഫൈസൽ ഇബ്രാഹിം റേസ് എന്ന ചിത്രത്തിന്റെ മുഴുവൻ പേര്. ചിത്രത്തിന്റെ പുതിയ സ്റ്റിൽ പുറത്തിറങ്ങി. ഗൗതം മേനോനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മഹാനടി എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തേറെ ശ്രദ്ധ നേടിയ യുവതാരമാണ് കീർത്തി സുരേഷ്. കീർത്തി നായികയാകുന്ന പെൻഗ്വിൻ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. കോവിഡ് കാലമായതിനാൽ തന്നെ തിയേറ്ററുകളിൽ അടഞ്ഞുകിടക്കുന്നതിന് സിനിമകൾ പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഏറെ വിപ്ലവകരമായ തീരുമാനമായിരുന്നു. ജ്യോതിക നായികയായ പൊന്മകൾ വന്താൽ എന്ന സിനിമയ്ക്ക് ശേഷം OTT റിലീസ് നടത്തുന്ന തമിഴ് ചിത്രമാണ് പെൻഗ്വിൻ. മലയാള രംഗത്തെ ഒരു അഭിനേത്രിയും നർത്തകിയുമാണ് സാനിയ അയ്യപ്പൻ. 2018 പുറത്തിറങ്ങിയ ക്വീൻ എന്ന മലയാള ചിത്രത്തിൽ നായികയായി അരങ്ങേറിയ താരം ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക പതിവാണ്. ഇപ്പോൾ തന്റെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം.
സുജിത് സർക്കാർ സംവിധാനം ചെയ്ത ഗുലാബോ സീതാബോ ചിത്രത്തിലെ ബച്ചന്റെ വേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമീണന്റെ വേഷത്തിലാണ് ബച്ചൻ ചിത്രത്തിൽ വേഷമിടുന്നത്. ഉത്തർപ്രദേശിലെ പാവുകളിലെ 2 കഥാപാത്രങ്ങളാണ് ഗുലാബോയും സീതാബോയും. നേരത്തെ ഏപ്രിൽ 24 റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന ചിത്രമായിരുന്നു ഇത്. ദൂർവാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.